അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഴയിലൊക്കെ നനഞ്ഞ് കുളിച്ച് ഇവര് ജോക്കിയുടെ വീട്ടിലെത്തുന്നതും ഇവരാണെങ്കിൽ അല്ല നിങ്ങളുടെ കയ്യിൽ കൂടെയൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട്. അനിയത്തിയാണെങ്കിൽ സത്യം പറ നിങ്ങൾ രണ്ടുപേരും കിസ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പോവാന്നൊക്കെ ഇവർ പറയുമ്പോൾ ഇവനാണെങ്കിൽ ആകെ നാണക്കിടക്കെ ആയിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവളുടെ അച്ഛൻ അങ്ങനെ വിടുന്നില്ല. ജോക്കിയാണെങ്കിലോ ഞാൻ സംഗിനെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. നീ ഇത് കാര്യമായിട്ടാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഡേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ മാരേജ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലേ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അനിയത്തിയാണെങ്കിൽ അത് കൊള്ളാം, ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ആളുടെ സ്വത്തൊന്നും ചേച്ചിക്ക് കിട്ടത്തില്ല, നമ്മുടെ കട ഒന്നും തീരത്തില്ല എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന ജോക്കി അവിടെ പറയുന്നുണ്ട്. സംഘാണെങ്കിൽ ആകെ നാണക്കേടൊക്കെയായിട്ട് അച്ഛനെ നോക്കുമ്പോൾ അച്ഛന് പ്രത്യേകിച്ച് വികാരമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ആളാണെങ്കിൽ ഇവന് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നതും ഈ ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമെന്ന് സംഘ് പറയുന്ന ടൈമിൽ അതിനെന്താ ഇവിടെ കിടക്കാലോ എന്ന് ജോക്കി പറയുന്നതും ഇത് കേൾക്കുന്ന സംഘ് മാത്രമല്ല അനിയത്തിയും അനിയനും ഒക്കെ ഞെട്ടുന്നുണ്ട്. ജോക്കിയാണെങ്കിൽ എന്റെ റൂമിൽ കിടക്കാലെന്ന് പറയുമ്പോൾ അതിന് ചേച്ചിയുടെ റൂം മാത്രമല്ലല്ലോ, അത് എന്റെ റൂം കൂടിയില്ലേ, എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ അനിയത്തി അവിടെ നിന്ന് ദേഷ്യത്തിൽ എണീറ്റ് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് ബോധം കെടുന്ന ഇവനെ അനിയനെടുത്ത് ജോക്കിയുടെ ബെഡിൽ കിടത്തുന്നതും ഇത് കാണുന്ന അനിയത്തിയാണെങ്കിൽ ഈ ഒരു വയസ്സിൽ ഒരു ആണൊരുത്തന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ആളെ ഇപ്പൊ തനിച്ചു വിടുന്നത് അത്ര ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അനിയനാണെങ്കിൽ അത് കുഴപ്പമില്ല ചേച്ചി എന്നവിടെ പറയുന്നുണ്ട്. ജോക്കിയാണെങ്കിൽ പിന്നീട് ഇവന് പുതപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇവനെ നോക്കിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ യാങ്ങും കിജുനും സംഗിനെ കാണാത്തത് കൊണ്ട് തന്നെ ടെൻഷൻ അടിക്കുന്നതും യാങ് ആണെങ്കിൽ എന്നാലും ആളിതെവിടെ പോയി, ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല എന്ന് പറയുമ്പോൾ ആള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, ഇങ്ങോട്ട് വന്നോളും എന്ന് കിജുൻ പറയുന്നുണ്ട്. അപ്പൊ യാങ് ആണെങ്കിൽ എന്നാലും ജോക്കിയെ പറ്റിയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്ന് കേൾക്കുന്ന കിജുൻ ആണെങ്കിൽ ജോക്കിയോ അപ്പൊ അവര് രണ്ടുപേരും ഒരുമിച്ചാണെന്ന് ചോദിച്ച് അങ്ങ് ടെൻഷൻ അടിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ സംഘ എണീക്കുന്ന ടൈമിൽ ബെഡിന്റെ മുകളിലായിട്ട് ഇവളുടെ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട്. അതേ ടൈമിൽ മുകളിൽ നിന്നുള്ള അനിയത്തിയുടെ മുടി കാണുമ്പോൾ ഇവൻ അങ്ങ് ഞെട്ടി എണീക്കുന്നതും ജോക്കിയാണെങ്കിൽ ഫുഡ് കഴിക്കാന്ന് പറയുമ്പോഴാണ് ഇവന് കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. അപ്പൊ അനിയനാണെങ്കിൽ ചേട്ടൻ ഒന്നും ഓർമ്മയില്ലേ, കുടിച്ചിട്ട് അത്ര ശീലം ഇല്ലാലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ കിജുൻ ഇവന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് അനിയത്തിയായിരിക്കും. കിജുൻ ആണെങ്കിൽ തന്റെ ശബ്ദം കേട്ടിട്ട് 15 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, ആരാ എന്ന് ചോദിക്കുമ്പോൾ തന്റെ വയസ്സ് കേട്ടിട്ട് ഒരു 30 വയസ്സിന് മുകളിലുള്ള ഒരാളെ പോലെയുണ്ട്, താൻ ആരാടോ എന്നാണ് ഇവിടെ തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ കിജുൻ ആണെങ്കിൽ ഇതേത് ഈ അധിക പ്രസംഗി എന്ന് യാങ്ങിനോട് അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവനെ വിളിക്കുന്നുണ്ട്. പിന്നീട് ഇവര് തിരിച്ചു പോകുന്ന ടൈമിൽ സംഘാണെങ്കിൽ ഇന്നലെ ശരിക്കും എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ മഴയിൽ കിസ് ചെയ്തതും വീട്ടിലെത്തിയതും പ്രപ്പോസ് ചെയ്തതും ഒക്കെ തന്നെ ഇവള് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടോ എന്നാണ് അതിശയത്തോട് കൂടിയിട്ട് ജോക്കി അവിടെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ തന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനതൊന്നും മറക്കത്തില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് എന്നാണ്. താൻ കിസ് ചെയ്ത കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എന്ത് വേദനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ കളിയാക്കുന്നതും ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ട് അതൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് ഇവൻ ചോദിക്കുമ്പോൾ പിന്നെ എന്ത് വേണം എന്ന് ഇവള് കളിയാക്കി തിരിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നൈസായിട്ടുള്ളൊരു സീനൊക്കെയാണ് കാണിക്കുന്നത്. അല്ല ഇപ്പൊ താൻ എന്തിനാ എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് വീട്ടിലാക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്ന ജോക്കിയോട് അത് കൊള്ളാം, എനിക്ക് അസുഖം എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് സ്നേഹം ഇരട്ടിച്ചോ, എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരുന്നു, എന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നു, എന്നെ കിസ് ചെയ്യുന്നു, എന്തേ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അല്ല താൻ ഒന്നും പറ്റാത്ത പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്, ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും ജോക്ക് അടിക്കുന്നു, ചിരിക്കുന്നു, ഒരു സങ്കടവും ഇല്ല എന്നൊക്കെ പറയുന്നതും ആക്ട് ചെയ്യേ, ഞാൻ എന്തിനാ ആക്ട് ചെയ്യേണ്ട ആവശ്യം, അസുഖം വരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കുന്ന ജീവിതത്തിലെ ഒരു സംഭവം തന്നെയാണ്, അതിനെ ഇങ്ങനെയൊന്നും നോക്കി കാണേണ്ട ആവശ്യമില്ല, ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ദിവസം മരിക്കണം, അതുകൊണ്ട് താൻ എന്നെ പറ്റി അധികം വറീഡൊന്നും ആവേണ്ട എന്നാണ് സംഘ് ജോക്കിയോട് പറയുന്നത്. അങ്ങനെ ജോക്കിയാണെങ്കിലോ ഇവനെ വീട്ടിലേക്ക് തള്ളിക്കയറ്റി വിട്ടിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇതേ ടൈമിൽ കിജുനാണെങ്കിൽ സംഘ് ഇപ്പോൾ ഒരു 15 വയസ്സുള്ള പെൺകുട്ടിയുടെ കൂടെയാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ ഈ ശബ്ദം കേട്ടിട്ട് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അവിടെ ചോദിക്കുന്നത്. ആ ശബ്ദത്തിന്റെ പ്രസരിപ്പും ആ ഒരു തർക്കുത്തരൊക്കെ പറച്ചിൽ കേട്ടാൽ തന്നെ അറിയാം എന്റെ ഒരുപാട് ഫാൻസ് ഇതുപോലെ ജൂനിയേഴ്സ് പിള്ളേരാണെന്ന് പറയുന്നതും. ഇതേ ടൈമിൽ ലോക്ക് തുറക്കുന്ന ശബ്ദം കേട്ട് ഇവര് രണ്ടുപേരും നോക്കുമ്പോൾ സംഘിനെ കാണുന്നുണ്ട്. അല്ല നിങ്ങൾ ലോക്ക് തുറന്ന് ഇവിടെ എന്ത് കാണിക്കുക, ഇതെന്താ വല്ല പ്ലേ ഗ്രൗണ്ട് എങ്ങാനാണോ ഇവിടെ വന്ന് നിൽക്കാന്നൊക്കെ ചോദിച്ച് സംഘം ചൂടാകുമ്പോൾ എന്നാലും ഞാൻ ചേട്ടനെ പറ്റി ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, ഒരു 15 വയസ്സുള്ള പെൺകുട്ടിയുടെ കൂടെയായിരുന്നല്ലേ എന്ന് കിജുൻ അവിടെ ചോദിക്കുന്നുണ്ട്. യാങ് ആണെങ്കിലോ അപ്പൊ ജോക്കിയുടെ കൂടെയല്ലേ ഇന്നലെ ഉണ്ടായിരുന്നേ എന്നൊക്കെ ചോദിക്കുന്നതും ഓ അതല്ലേ, അത് ജോക്കിയുടെ അനിയത്തിയെ, ഞാൻ ഇന്നലെ ജോക്കിയുടെ വീട്ടിലായിരുന്നു കിടന്നതും അവൾ എനിക്ക് വേണ്ടി ഡ്രസ്സ് അലക്കി തന്നതേ മണം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കിജുവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അയ്യോ ഞാനിതൊന്നും കേൾക്കത്തില്ല, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ ചെവി പൊത്തുന്നതും ഈ പറഞ്ഞതൊക്കെ നുണയാണ്
എന്താണെന്നൊന്ന് പറ എന്നൊക്കെ കിസുവിന് അവിടെ പറയുന്നുണ്ട്. പിന്നീട് ജോക്കി ആണെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴും കിം സംഗിന്റെ രോഗാവസ്ഥയെ പറ്റി ഇവളോട് പറഞ്ഞല്ലോ. അതൊക്കെ ആലോചിച്ച് ഇവള് ടെൻഷൻ അടിക്കുമ്പോൾ ഇതേ ടൈമിൽ ഡോക്ടറെ കാണാൻ വരുന്ന സംഗിനോട് ഡോക്ടർ പറയുന്നുണ്ട്, അതായത് പതിയെ പതിയെ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാകും, പക്ഷെ ഈ അടുത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുമെന്ന്. ലാസ്റ്റ് ടൈം ആ ഫോറിനറായ ബെന്നിന്റെ കോൺട്രാക്റ്റിന് വിളിച്ചു വരുത്തിയത് അത് മറന്നതും ഇതുപോലെയാണ്, അതായത് അൽഷിമേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ആണെന്നൊക്കെ പറയുന്നതും. സംഘാണെങ്കിൽ അവസാനം ഞാൻ പഴയ കാര്യങ്ങളും മറന്ന് എന്റെ ചുറ്റുള്ള ആളുകളെ ഒന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ലേ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഓർമ്മക്കുറവ് മാത്രമല്ല, രുചിക്കാനുള്ള കഴിവ്, കാഴ്ചശക്തി, അങ്ങനെ എല്ലാം നഷ്ടപ്പെടും. പിന്നീട് കഴിക്കാൻ വരെ പറ്റത്തില്ല. എന്തായാലും ഇതിനൊരു റിക്കവറി ഇല്ല, പക്ഷെ മാക്സിമം നമുക്ക് ഇതൊന്ന് സ്ലോ ആക്കാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുന്നതും. എന്റെ ഈ രോഗത്തെ പറ്റി ആന്റിക്ക് അറിയാമല്ലേ എന്ന് സംഘ ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ ഡോക്ടർ ആണെങ്കിൽ ഓ അറിയാമോ, അത് ചിലപ്പോൾ ഡയറക്ടർ എങ്ങാനും പറഞ്ഞു കൊടുത്തതായിരിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് സംഘ അവിടെ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ഒന്ന് സ്റ്റക്ക് ആകുന്ന ടൈമിൽ ഡോക്ടർ ടെൻഷൻ അടിക്കേണ്ട, സംശയിക്കുക എന്ന് പറയുന്നതും ഈ രോഗത്തിന്റെ അവസ്ഥയാണല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ്, അല്ലെങ്കിൽ തന്നെ ഹീലിംഗ് വില്ലേജ് പ്രൊജക്ട് ഞാൻ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല, അതൊന്ന് ഓർമ്മിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ അതിനെന്താ, അതുമായിട്ട് മുന്നോട്ട് പൊക്കോളൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് ചെയർവുമണിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ആ പാര ഡോക്ടർ ആണെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞില്ലേ സംഘ ഈ പ്രൊജക്ട് അങ്ങ് വിട്ടുകളയത്തില്ല എന്ന്, ഇനി എന്ത് ചെയ്യും, ആ പുതുതായി തുടങ്ങുന്ന ഹോസ്പിറ്റൽ ബ്രാഞ്ചിന്റെ ഡയറക്ടർ ആവാന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചെന്നൊക്കെ നമ്മുടെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഞാൻ ആ ബ്രാഞ്ചിന്റെ ഡയറക്ടർ ആകുമെന്ന് അവിടെ ഉറപ്പിച്ചു പറയുന്നതും ഇത് കേൾക്കുന്ന പാര ഡോക്ടർ ആണെങ്കിൽ അല്ല ഞാൻ അറിയാതെ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെയർവുമണിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെയർവുമൺ ആണെങ്കിൽ ഇയാളോട് പുറത്തേക്ക് പോകാൻ പറയുന്നതും പിന്നീട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ആക്സിഡന്റ് പറ്റിയ ദിവസത്തെ കാര്യങ്ങളൊക്കെ സംഗിന് ഓർമ്മ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ എത്രത്തോളം വെയിറ്റ് ചെയ്യണം, അത് നമുക്കൊരു പ്രശ്നമാകും എന്നൊക്കെ. അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ സംഗിന് വരുന്ന ഇമോഷണൽ ചേഞ്ചസ് വാച്ച് ചെയ്യാൻ പറയുന്നതും, അതുപോലെ ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയായിട്ട് മീറ്റ് ചെയ്ത ശേഷമാണ് ആളുടെ ബ്രെയിനിന് ഇത്രയും ഡെവലപ്മെന്റ് വന്നത്, അതെന്തായാലും തടയുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഈ ചെയർവുമന്റെ കയ്യിലുള്ള ലീഹയുടെ ഫോട്ടോ ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതല്ലേ ആ പെൺകുട്ടി എന്ന് ചോദിക്കുന്ന ചെയർവുമണിനോട് ഇതല്ല ആ പെൺകുട്ടി എന്ന് ഡോക്ടർ പറയുമ്പോൾ ആളൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. പിന്നെ ഏത് പെൺകുട്ടിയാ എന്ന് ചെയർവുമൺ ചോദിക്കുന്നതും ഇതേ ടൈമിൽ സംഘ യാങ്ങിനെ വിളിക്കുന്ന ടൈമിൽ യാങ് ആണെങ്കിൽ പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവൻ എന്ത് അഹങ്കാരം എന്ന് സംഘ പറയുന്നതും, അതായത് യാങ് ചെയർവുമണിനെ കാണാൻ വന്നിരിക്കുകയാണ്, അപ്പൊ പിന്നെ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, നീ എന്നെ ചതിച്ചല്ലേ, എന്നിട്ടും നീ ജീവിച്ചിരിക്കുന്നത് സംഘം നിന്നെ സേവ് ചെയ്തത് കൊണ്ടാണെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് ചെയർവുമൺ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തന്നതുപോലെ നിങ്ങളെ പറ്റി ഒന്നും ഞാൻ സംഘിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് യാങ് അവിടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നീ ജീവിച്ചിരിക്കുന്നത്, ആ ബോർഡ് മീറ്റിംഗിന് ശേഷം സംഘം നിന്നെയാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ആക്സിഡന്റ് ദിവസത്തെ കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മയുണ്ടോ എന്ന് ചെയർവുമൺ അവിടെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ന് തന്നെ യാങ് അവിടെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അറിയത്തില്ല അല്ലേ, അങ്ങനെയാണെങ്കിൽ സംഘിനുമായിട്ടൊരു പെൺകുട്ടിക്ക് ബന്ധമുണ്ട്, ആ പെൺകുട്ടിയെ അകറ്റണമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ ജൂക്കിയുടെ ഫോട്ടോ യാങ്ങിന് നേരെ നീട്ടുന്നുണ്ട്. നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറേണ്ടേ, അതുപോലെ നിനക്ക് നന്നായി തന്നെ ജീവിക്കേണ്ടേ, അതിന് നീ ഈ ഉത്തരം മാത്രം തന്നാ മതി എന്ന് ചെയർവുമൺ അവിടെ പറയുമ്പോൾ യാങ് ആണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് അവിടെ തറപ്പിച്ചു പറയുന്നത്. അല്ല സംഘം നിന്നെ എല്ലാ കാലത്തും ഓർമ്മിച്ചു വെക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്, കുറച്ചു കഴിഞ്ഞ് അവൻ്റെയൊക്കെ ഓർമ്മ നഷ്ടപ്പെടും, അപ്പോൾ നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചെയർവുമൺ ചോദിക്കുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് നൻജൂനും അവളുടെ അസിസ്റ്റൻസ് ഒക്കെ കൂടി അങ്ങ് കളിതമാശയൊക്കെ പറഞ്ഞു ചിരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് ലീഹ എത്തുമ്പോൾ ഇവർ പെട്ടെന്ന് സൈലന്റ് ആകുന്നുണ്ട്. ഇത് കാണുന്ന ലീഹയാണെങ്കിൽ എന്താ ഞാൻ വന്നപ്പോൾ ചിരിയൊക്കെ നിർത്തിയത്, ജൂക്കി ഫീൽഡിലുള്ള സമയത്തും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് ചോദിക്കുന്നതും നൻജൂനാണെങ്കിൽ ഇതെന്ത് പറ്റി എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ലീഹയാണെങ്കിലും ഈ കിം ജൂക്കിയെ ഒരുമാതിരി സ്ട്രെസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ, അപ്പൊ സ്ട്രെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ജൂക്കി എന്താ ചെയ്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ നൻജൂനാണെങ്കിൽ അത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വെള്ളടിക്കാറുണ്ട്, കരോക്കയ്ക്ക് പോകാറുണ്ട്, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആളെ കാണാതെ ആളിന് ചീത്തയൊക്കെ പറയാറുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഹയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നിട്ട് കിമ്മിനെ ചീത്ത പറയുന്നതൊന്നും ചെയ്യുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ, അത് മാത്രമല്ല ജൂക്കി ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പോലെ റൂഡ് തന്നെ ആയിരുന്നുവെന്ന് ഞാനും കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നൻജൂനാണെങ്കിൽ ആൾക്ക് ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആളുടെ ദേഷ്യവും ലീഹയുടെ ദേഷ്യവും രണ്ടും വേറെയാണ്. ആൾക്ക് ദേഷ്യം തോന്നിയാലും കുറച്ച് കഴിഞ്ഞ് അതങ്ങ് മാറും, പക്ഷേ ലീഹയ്ക്ക് ദേഷ്യം തോന്നിയാൽ അടുത്ത ജന്മത്തിൽ അത് മാറത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ലീഹ അങ്ങ് ചൂടായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇത് കാണുന്ന നൻജൂനാണെങ്കിൽ ഡൗട്ട് ചോദിക്കാൻ വന്ന ആള് ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഹയുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇവളോട് എന്തോ ഒന്ന് പറയാൻ വരുമ്പോഴേക്കും എനിക്കൊന്നും കേൾക്കേണ്ട എന്ന് ലീഹ പറയുന്നതും ഈ ബോയ് ആണെങ്കിൽ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നീ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്നല്ലേ പറയാൻ വരുന്നത്, ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നതും അങ്ങനെ നീ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെപ്പറ്റി എല്ലാ അപവാദവും പറഞ്ഞുണ്ടാക്കുമെന്ന് ലീഹ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മാഡത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് എക്സ്പോസ് ചെയ്യുമെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ലീഹയാണെങ്കിൽ എക്സ്പോസ് ചെയ്തോ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ
പ്ലീസ് ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കേണ്ട എന്ന് ലീഹ പറയുന്നതും അതിനുശേഷം ഇവളുടെ സ്ക്രിപ്റ്റൊക്കെ നോക്കിയിട്ട് കിജുവിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അവൻ എന്നോട് ഇത്രയ്ക്കും ദേഷ്യമുണ്ടോ എന്നാണ് ഇവൾ ആലോചിക്കുന്നത്. കാരണം ഇവളെ ഒന്ന് കോൾ ചെയ്യുന്ന പോലും ഇല്ല. നെക്സ്റ്റ് സീനിൽ സംഘ് ആണെങ്കിൽ യാങ് കൊടുത്ത കുറച്ച് ഫോട്ടോസ് നോക്കി അന്ന് ആക്സിഡന്റ് പറ്റിയ സ്ഥലത്ത് ഇത്രയും ടാറ്റു പാർലർ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ യാങ് ആണെങ്കിൽ 3 വർഷമായില്ലേ, ഒരുപാട് പാർലേഴ്സ് പൂട്ടിപ്പോയി, പിന്നെ കുറെയൊക്കെ പുതിയത് തുറന്നിട്ടുണ്ട്. അല്ല ശരിക്കും അന്ന് ടാറ്റു പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു, വല്ല ഓർമ്മയുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സംഘ് പറയുന്നത് കേട്ട് അത് ശരി, ഇവിടെ ജീവിതം തന്നെ ത്രാസിലാടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ എന്തിനാ ഇതിനൊക്കെ പറ്റി അന്വേഷിക്കുന്നേ എന്ന് യാങ് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സംഘ് ഇവന് ശ്രദ്ധിക്കുന്ന ടൈമിൽ ഇവൻ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടാണ് നിൽക്കുന്നത്. അല്ല ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് ലൈറ്റ് അലർജിയാണെന്ന് പറയുന്ന യാങ്ങിനോട് നീ എന്താ എന്നെ കോപ്പി അടിക്കുകയാണോ, എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നതും യാങ് കണ്ണട മാറ്റി വെക്കുന്നുണ്ട്. അപ്പം സംഘാണെങ്കിൽ അല്ല നേരത്തെ വിളിച്ചപ്പോൾ എന്താ കോൾ എടുക്കാഞ്ഞെന്ന് ചോദിക്കുന്നതും യാങ് അങ്ങ് മുഖം തിരിക്കുകയാണ് കേട്ടോ. താൻ എന്താ കരയാണോ എന്ന് സംഘ് ചോദിക്കുന്നതും അല്ല അത് പിന്നെ ഒരുപാട് പൊടി അടിച്ചിട്ടാ എന്ന് ഇവനോട് പറയുന്നുണ്ട്. പൊടി അടിച്ചത് കൊണ്ടാണോ താൻ എൻ്റെ ആൻറ്റിയെ കാണാൻ പോയി എന്ന് സംഘ് ചോദിക്കുമ്പോൾ കാര്യം മനസ്സിലായോ എന്ന് യാങ് അവിടെ ചോദിക്കുന്നുണ്ട്. പിന്നെ മനസ്സിലാകാതെ ആൻറ്റിക്ക് എൻ്റെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി നല്ല ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്ന സംഘിനോട് ഹിയറിംഗ് വില്ലേജ് പ്രൊജക്റ്റും നിങ്ങളുടെ ഷെയറൊക്കെ തട്ടിയെടുക്കാനാണ് ആൻറ്റി ശ്രമിക്കുന്നത്, നിങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമുണ്ടെന്ന് പറയുന്ന യാങ്ങിനോട് തനിക്ക് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടമായിരിക്കും അല്ലേ, അതിനായിരിക്കും ഇത്രയ്ക്കും ഷോ ഒക്കെ ഇറക്കുന്നതെന്ന് സംഘ് അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ വല്ലാത്ത സാധനം തന്നെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും മരിക്കത്തില്ലേ, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കുമെന്ന് ചോദിക്കുന്ന യാങ്ങിനോട് അത് കൊള്ളാം, എൻ്റെ റെസ്പോൺസിബിലിറ്റിയും തൻ്റെ റെസ്പോൺസിബിലിറ്റിയും താൻ തന്നെ ഏറ്റെടുക്കണമെന്ന് സംഘ് അവിടെ പറയുന്നതും യാങ് ഉടനെ തന്നെ കീശിൽ നിന്നും റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് ടേബിളിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇത് കാണുന്ന സംഘ് ആണെങ്കിൽ ഇത് എത്ര കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അതങ്ങ് കീറി കളയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ജൂക്കിയാണെങ്കിൽ ഒരു ഡ്രസ്സൊക്കെ തയ്ക്കുന്നതും അങ്ങോട്ട് വരുന്ന നഞ്ജുനാണെങ്കിൽ എടോ താൻ ഇന്നലെ എവിടെ പോയി, എന്താ സംഭവിച്ചത്, ആ കിമ്മ് കാരണം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നതും കിമ്മ് കാരണം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് മറ്റൊരു കാരണമാണെന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇവളൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഇവൾ അങ്ങ് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഒരു അൺലക്കിയാണ്, ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇവള് നഞ്ജുവിനോട് പറയുന്നതും അല്ല ആ കിം എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്, നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ പറയുന്ന നഞ്ജുവിനോട് ഞങ്ങളന്ന് മീറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് ഇവളവിടെ പറയുന്നത്. അപ്പം നഞ്ജുനാണെങ്കിൽ എടാ ഇത് നിങ്ങളുടെ വിധിയാണ്, 3 വർഷം മുന്നേ നിങ്ങൾ പിരിഞ്ഞതും ഇപ്പോൾ നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്തതും ഇതെല്ലാം ഒരു വിധിയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് എന്തൊരു വിധിയാണെന്ന് ഇവൾ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം നഞ്ജുനാണെങ്കിൽ നിനക്കറിയാലോ എനിക്ക് ഹെമറോയിഡ്സ് ഉണ്ട്, അതുപോലെ ഈ ലോകത്ത് അസുഖമില്ലാത്ത ആരുള്ളത്, ആൾക്കിപ്പോൾ ഇത്തിരി മെമ്മറി ലോസ് ഉണ്ട്, അതിനെന്താ ആളിപ്പോൾ മരിക്കാനൊന്നും പോകുന്നില്ലല്ലോ, നീ വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് ഇവളവിടെ പറയുന്നുണ്ട്. നഞ്ജുനാണെങ്കിൽ ഈ അസുഖം വരുമ്പോഴും സംഘ് എന്ത് റൊമാൻറ്റിക് ആണല്ലേ എന്ന് അവിടെ പറയുമ്പോൾ നീ എന്തൊക്കെ ഈ പറയുന്നത്, ഞാൻ പറയുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും നിന്റെ തലയിൽ കയറുന്നില്ലേ എന്ന് ചോദിക്കുന്ന ജൂക്കിയോട് അല്ല നീ പറഞ്ഞല്ലോ നിന്നെ പറ്റിയിട്ടുള്ള കാര്യം മാത്രമേ ആൾക്ക് ഓർമ്മയുള്ളൂ എന്ന്, അപ്പം നീ ഒന്ന് വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും കിസ് ചെയ്തുവെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അത് മാത്രമല്ലേ സംഘിന് ഓർമ്മയുണ്ടാവത്തുള്ളൂ, ഇതുപോലെ അസുഖങ്ങൾ വേറെ ആരെങ്കിലും കണ്ടു കിട്ടൂ, അതായത് ഈ നഞ്ജുനായ എന്നെ മാത്രം ആലോചിക്കുന്ന ആൾ കെട്ടത്തില്ലാലേ, നല്ല റൊമാൻറ്റിക് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും നിനക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ ഡ്രിങ്ക്സ് ചെയ്യുന്നൊരു സീനാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ സംഘ് ഡയറി വായിക്കുന്നതും കിമ്മ് പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ആൻറ്റി പറഞ്ഞല്ലോ ഹീലിംഗ് വില്ലേജ് പ്രൊജക്റ്റും ഷെയറൊക്കെ ആൻറ്റിക്ക് കൊടുക്കാൻ, അതൊക്കെ ആലോചിക്കുന്ന ടൈമിലാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നതും ഇവൻ നോക്കുമ്പോൾ നഞ്ജുനെയാണ് ആദ്യം കാണുന്നത്. എന്തെങ്കിലും ഡെലിവറി ചെയ്യാൻ തെറ്റി വന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സംഘിനോട് ഞാൻ ജൂക്കി ഓർഡർ ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഫിറ്റായിട്ട് അങ്ങ് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട്. ഇത് കാണുന്ന സംഘാണെങ്കിൽ ഇവരെന്തോ നീ കാണിക്കുന്നത്, കുഴിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നതും ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സംഘിനോട് അതൊന്നുമില്ല, ആൽക്കഹോളിൻ്റെ എഫക്റ്റാണ്, ഞങ്ങൾ 3 വർഷം മുന്നേക്ക് ഒന്ന് പോയി, എന്തായാലും ആള് വെറും ജൂക്കിയല്ല ഇപ്പോൾ ടോപ്പ് സ്റ്റാർ ജൂക്കിയാണെന്ന് പറയുന്നതും നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നഞ്ജുൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കിയാണെങ്കിൽ തല ഇങ്ങനെ കുലുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഇവനാണെങ്കിൽ ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ വല്ല ഉളുക്കും സംഭവിക്കുമെന്ന് പറയുന്നതും അകത്തേക്ക് വായു എന്ന് പറയുന്ന ടൈമിൽ ജൂക്കിയാണെങ്കിൽ അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല, എന്നെ എസ്കോട്ട് ചെയ്ത് കൊണ്ടുപോകൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നന്നായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇവനാണെങ്കിൽ അങ്ങനെ എസ്കോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും എങ്ങനെ ഇത്രയ്ക്കും കുടിച്ചെന്ന് ചോദിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ബാഗ് ഇവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സംഘാണെങ്കിൽ ഈ ടോപ്പ് സ്റ്റാർ ഒക്കെ ഇപ്പോൾ ഫാൻസിൻ്റെ വീട്ടിൽ പോയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫാൻ സർവീസ് കഴിഞ്ഞിട്ടില്ല, ഒരു 10 സെക്കൻഡ് ഹഗ് കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. 10 സെക്കൻഡ് കഴിഞ്ഞു എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഒന്നുകൂടി ഫാൻ സർവീസ് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഇവർ ഹഗ് ചെയ്യുന്ന ടൈമിൽ ഐ ലവ് യു എന്ന് സംഘ് അവിടെ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ഫാൻ സർവീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ ലക്ക് കിട്ട് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഞാൻ കൊണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് സംഘ്. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ബിസിയാണ് എന്ന്
പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. ഇവൻ നോക്കുമ്പോൾ അതിൽ ഒരു ക്യൂട്ട് ഡോൾ ഉണ്ടായിരിക്കും, ഇവൾ ഡിസൈൻ ചെയ്ത ടീഷർട്ട് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു നോട്ട് പാഡ്, അതിലവൾ എഴുതിയിരിക്കുന്നത് എലിഫന്റ് താലിസ്മാൻ എന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക ഒരുപാട് വർഷങ്ങൾ മുന്നേ നമ്മൾ കണ്ടുമുട്ടിയ ആൾക്കാരെ നമുക്ക് ഓർക്കാൻ കഴിയും ഇതുവഴി എന്നായിരിക്കും. ഇതൊക്കെ വായിക്കുന്ന ഇവൻ ആദ്യം ഒരു ചിരി വരുന്നുണ്ടെങ്കിലും പിന്നീട് സാഡായിട്ട് ഇരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ലീഹയാണെങ്കിൽ കിജുവിന്റെ ഇൻസ്റ്റയിലത്തെ പിക്സ് ഒക്കെ നോക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ബോയോടാണെങ്കിൽ അല്ല ആർട്ടിക്കിൾ ഒന്നും കണ്ടില്ലല്ലോ, നീ എന്നെ എക്സ്പോസ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് കഴിയൂ എന്നാണ് ഇയാൾ തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ലീഹയാണെങ്കിൽ എന്നാലേ എനിക്കതിന് കഴിയുമെന്നൊക്കെ പറയുന്നതും പെട്ടെന്ന് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരു ബഹളം കേൾക്കുമ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ലീഹയോട് ഒരു ആക്ടർ ഉണ്ടായിരുന്നു ഒരു റോളിന്, ആൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ആ റോളിന് ഇപ്പോൾ ആരും വന്നിട്ടില്ലേ എന്ന് പറയുമ്പോൾ ഇവൾക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നുണ്ട്. അതായത് ഇതേ ടൈമിൽ ദേഷ്യം വന്നിരിക്കുന്ന കിജുവിനെ വിളിക്കുന്നത് ലീഹയായിരിക്കും. എന്താ വേണ്ടേ എന്നൊക്കെ കിജുൻ ചോദിക്കുന്ന ടൈമിൽ നീ ഒരു ആക്ടറല്ലേ, നിനക്കൊരു റോൾ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരു റോൾ ഉണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ പറയുന്നതും പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കിജുൻ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഡയറക്ടറോട് ഹായ് ഒക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടാൻ നോക്കുമ്പോൾ ഡയറക്ടർ മൈൻഡ് പോലും ചെയ്യുന്നില്ല, സ്ക്രിപ്റ്റ് എടുത്ത് ഇവന് കൊടുക്കുന്നുണ്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട്. പിന്നീട് കിജുൻ അവിടുത്തെ ഒരു ഗേളായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നതും ഇത് കാണുന്ന ലീഹയ്ക്ക് അത് ഇത്ര ഇഷ്ടമാകുന്നില്ല. അപ്പം ബോയ് ആണെങ്കിൽ ഇവൾക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുന്ന ടൈമിൽ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു എന്ന് പറയുന്ന ലീഹയോട് ബോയ് പറയുന്നുണ്ട് ഒരു ചെറിയ കിസ്സിങ് സീൻ ഉണ്ടെന്ന്. ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ എന്തായാലും എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ടൈമിൽ ഇത് കാണുന്ന കിജുൻ ആണെങ്കിൽ അയ്യോ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുന്നുണ്ട്. അപ്പം മിന്നാണെങ്കിലോ അല്ല ഈ ലീഹ തന്നെയല്ലേ ഇങ്ങോട്ട് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചേ, പിന്നെ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ബോയ് ആണെങ്കിൽ സംഭവം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു പ്രണയം മുട്ടിടാൻ ചാൻസ് ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ കിജുനാണെങ്കിൽ എന്ത് പണിയാണ് കാണിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം നീ ഇത് മൊത്തം നശിപ്പിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ശരിക്കും ആക്ടിംഗ് ഒന്നും അറിയില്ല എന്ന് പറയുന്ന ലീഹയോട് അത് കൊള്ളാം, ഞാൻ നല്ലൊരു ആക്ടറാണെന്നാണ് ഇവൻ തിരിച്ചു പറയുന്നത്. അപ്പോൾ ലീഹയാണെങ്കിൽ എന്നാൽ ശരി ഇതൊന്നും ആക്ട് ചെയ്ത് കാണിച്ച് ഒരു കിസ്സിങ് സീൻ ആണെന്ന് പറയുമ്പോൾ ഇവൻ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവൻ കാര്യമായിട്ടൊക്കെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൻ അതങ്ങ് കഴിയുന്നില്ല. അയ്യോ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇവനെ പിടിച്ച് വലിച്ചൊരു കിസ് അങ്ങ് കൊടുക്കുന്നുണ്ട്. ലീഹ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് പോകുമ്പോൾ കിജുനാണെങ്കിൽ ആകെ അന്തം വിട്ട് ഷോക്കായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്.